ശരിക്കും ബ്രേക്കപ്പിനെ കാട്ടിയൊക്കെ വലിയൊരു വിഷമമാണ് നമ്മുടെ ഈ സാധനം ഇങ്ങനെ കയറി പോവാന്നുള്ളത്. ഹായ്, എൻ്റെ പേര് ശരത്ത്. ഞാനെന്നുള്ളത് നമ്മുടെ ട്രിവാൻഡ്രം ലാഡൻ സിറ്റിയിലാണ്. ശരത്ത് എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്കർക്ക് അറിയാൻ വഴിയില്ല, പക്ഷെ അപ്പൂത ഫുഡി എന്ന് പറഞ്ഞ പേജ് കുറച്ച് പേർക്കെങ്കിലും അറിയാൻ വഴിയുണ്ട്. നമ്മൾ ഒട്ടുമിക്ക ആൾക്കാർക്കും ഉള്ളൊരു പ്രശ്നമാണ് ഈ കഷണ്ടി പോലെ സംഭവം. ശരിക്കും കുറേ ബോയ്സും ഈ ബ്രേക്കപ്പ് ഒക്കെ ആവുന്ന സമയത്ത് ഭയങ്കര വിഷമം കാണിക്കാറുണ്ട്. ശരിക്കും ബ്രേക്കപ്പിനെ കാട്ടിയൊക്കെ വലിയൊരു വിഷമമാണ് നമ്മുടെ ഈ സാധനം ഇങ്ങനെ കയറി പോവാന്നുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ ട്രാൻസ്പ്ലാന്റ് ഒരുപാട് സ്ഥലങ്ങൾ അന്വേഷിച്ച് അവസാനം ലാഡൻ സിറ്റിയിൽ വന്നു. ഒരുപാട് നല്ല റിവ്യൂ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഒരുപാട് നല്ല അടിപൊളി റിസൾട്ട്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും നമ്മുടെ ഫൈനലി നമ്മുടെ ലാഡൻ സിറ്റിയിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ട്രാൻസ്പ്ലാന്റ് ആണ്, ഹെയർ ലൈനൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞതിന് ശേഷം വരാം. അപ്പോൾ നമ്മുടെ ട്രാൻസ്പ്ലാന്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഓൾമോസ്റ്റ് 2300 ഗ്രാഫ്റ്റാണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത്. ഒരു 5 hours എടുത്തു നമ്മുടെ സർജറിയും കാര്യങ്ങളൊക്കെ കഴിയാൻ വേണ്ടിയിട്ട്. ഞാൻ ഉദ്ദേശിച്ചത്ര പെയിനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുപോലെ നിങ്ങളും ആരെങ്കിലുമൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് അറിയാം, ഒരുപാട് ന്യൂസും കാര്യങ്ങളൊക്കെ സ്പ്രെഡ് ആവുന്നുണ്ട്. അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, അങ്ങനെ പ്രശ്നമായി എന്നൊക്കെ. എന്തായാലും നിങ്ങൾ ക്ലിനിക്ക് ചൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ അത്യാവശ്യം നല്ല എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഡോക്ടേഴ്സ് ഉള്ള ഇതേപോലെ ക്ലിനിക്ക് ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും സേഫായിട്ട് എന്നെപ്പോലെ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഫ്യൂച്ചർ അപ്ഡേറ്റ്സ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് അറിയാൻ പറ്റും കേട്ടോ. നമ്മുടെ ടോട്ടൽ എക്സ്പീരിയൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു. ഡോക്ടേഴ്സ് ആണെങ്കിലും സ്റ്റാഫ് ആണെങ്കിലും എല്ലാവരും അടിപൊളിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എൻജോയ് ചെയ്തു. ഒരു ഹോസ്പിറ്റലിൽ വരുന്നതിലുപരി കുറച്ച് അടിപൊളി ആൾക്കാരോട് നിന്നപ്പോഴത്തേക്കും തന്നെ അടിപൊളിയായിരുന്നു. എല്ലാ സംഭവം അടിപൊളിയായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ, കുറച്ച് ഫ്രണ്ട്സൊക്കെ പറഞ്ഞതിൻ്റെ ഇതിൽ. പക്ഷേ പേടിക്കാൻ വേണ്ടി ഒന്നുമില്ല, സിമ്പിൾ പരിപാടിയാണ്. വരിക, ചെയ്യുക, പോവുക. അപ്പോൾ ബൈ ബൈ.